ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇപ്പം നെൽകൃഷിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അതങ്ങ് വിശ്വസിക്കും. പക്ഷേ സത്യം പറഞ്ഞുണ്ടല്ലോ, വെറും ഏതോ ഒരു മലയാളി ഗൾഫിലല്ല ജപ്പാനിലോ ഏതോ ഒരു രാജ്യത്ത് ഇങ്ങനെ നെൽപ്പാടത്തുകൂടെ കതിര് നിരന്ന് കഴിയുമ്പോഴത്തേക്കിന് കയറ് കെട്ടി ട്രാക്ടർ വലിച്ചിട്ട് അതിലൂടെയാണ് ഹൈബ്രിഡ് നെല്ലുകൾക്ക് കൂടുതൽ വിളവ് കിട്ടുമെന്നും പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ കുറച്ച് പേരെനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളങ്ങോട്ട് പറയാം. ഞങ്ങൾ നെൽകർഷകരാണ്, ചെറുപ്പക്കാരായ പിള്ളേരുമാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു സത്യാവസ്ഥ പറഞ്ഞുതരാം. നമ്മുടെ നെൽച്ചെടിക്ക് പോളിനേഷൻ നടക്കുന്ന ആ നെല്ലിനകത്ത് നിന്നാണ്. ആ നെല്ലിങ്ങനെ പൊളിക്കും. ഒരു നെൽച്ചെടിക്കകത്ത് ആകെ ഒരു പെൺപൂവ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പെൺപൂവിന് പരാഗണം നടക്കാൻ വേണ്ടി അതിന് ദൈവം 6 ആൺപൂക്കളെ കൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 6 ആൺപൂക്കൾ ഏതാണ്ട് ഒരു ആൺപൂവിന് ഏതാണ്ട് 1000-ഓളം പോളൻ ഗ്രെയിനുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം 6000-ഓളം പൂമ്പൊടികളാണ് ഒരു പെൺപൂവിനെ പരാഗണം നടക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എന്ത് വന്നാലും അതിന് അടുത്ത ജനറേഷൻ, അതായത് ഈ നെൽച്ചെടിക്ക് അടുത്ത ജനറേഷൻ ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ദൈവം ഇങ്ങനൊരു സൃഷ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ട്രാക്ടർ കെട്ടി കയറ് വലിച്ച് പൂവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ നെല്ലിനെ ഇട്ട് ഒടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കതിരിൻ്റെ തണ്ടങ്ങ് ഒടിഞ്ഞു പോകും. കതിരിൻ്റെ തണ്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെടിയും തണ്ടും തമ്മിലുള്ള ബന്ധം വിട്ടുപോകും. അപ്പോൾ അവർ പറയുന്ന വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹൈബ്രിഡ് നെല്ലുകൾക്ക് പരാഗണം നടക്കാനുള്ള ശേഷിയില്ല, ഇങ്ങനെ ഒലച്ചു കഴിഞ്ഞാൽ പൂമ്പൊടികൾ താഴോട്ട് വീഴത്തുള്ളൂ എന്നാലേ പറയാൻ. വെറും ശുദ്ധ മണ്ടത്തരമാണ്. ഏതോ ഒരു മലയാളി അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തോന്നിയ ഒരു ഡയലോഗ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിലൊരു സത്യാവസ്ഥയില്ല. വെറുതെ കൃഷിക്കാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. ഒരു നെല്ലിൻ്റെ പരാഗണം നടക്കുന്ന നെല്ലിനകത്ത് നിന്നുകൊണ്ട് തന്നെ അത് തന്നെയല്ല, ഒരു കതിരിൽ, അതിൻ്റെ വേറൊരു പോയിന്റ് പറയാം, ഒരു കതിരിൽ 150 മണികളോളം കാണും. ഓരോ 150 മണിക്കകത്തും 6 ആൺപൂക്കൾ വേറെ ഉണ്ട്. അപ്പം ഒരു കതിരിൻ്റെ മേളിലത്തെ അത് അവിടുന്ന് തന്നെ ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ തന്നെ ഇതിൻ്റെ പൂമ്പൊടികൾ പറക്കും. ഈ നെൽച്ചെടിയുടെ ആൺപൂക്കൾ വിരിഞ്ഞ് പൂമ്പൊടി പറക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? അത് എൻ്റെ നിരീക്ഷണത്തിലൂടെ ഞാൻ പഠിച്ചതാണ്. കൃത്യം നെൽച്ചെടിയുടെ നിഴൽ നേരെ കറക്റ്റ് 12 മണി സമയത്താണ് ഇതിൻ്റെ പൂപ്പൊടി പറക്കുന്നത്. ആ സമയത്ത് കാറ്റ് ഒലഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ നല്ല പൊടികളായിരിക്കും പറക്കുന്നത്. അങ്ങനെയാണ് ഇത് പരാഗണം നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വെറും ശുദ്ധ മണ്ടത്തരമാണ്. അതാരും വിശ്വസിക്കരുത്. ഇത് തെറ്റാണ്.